So this is one of the powerful scripture or words of Jesus to his beloved disciples just the night before the crucifixion. ക്രൂശിതനാകുന്നതിന് മുൻപായിട്ട് കർത്താവായ യേശു ക്രിസ്തു തൻ്റെ ഏറ്റവും അടുത്ത ശിഷ്യന്മാരോട് പറയുന്ന വളരെ ശക്തമായിട്ടുള്ള ഒരു ദൈവവചന ഭാഗമാണ് നമ്മൾ വായിച്ചത്. So from the scripture portion, I wanted to talk to you today about remaining in Christ. കർത്താവായ യേശു ക്രിസ്തുവിൽ വസിക്കുക എന്നുള്ള വിഷയത്തെ സംബന്ധിച്ചാണ് ഇന്ന് പകൽ എനിക്ക് നിങ്ങളോട് സംസാരിക്കാനുള്ളത്. So that's the key word for us this morning, to remain. താക്കോൽ വാക്യം എന്ന് പറയുന്നത് ഇന്ന് നമ്മൾ വായിച്ച ഘടകത്തിൽ നിന്നും കർത്താവിൽ വസിക്കുക എന്നുള്ളതാണ്. So when we talk about this gospel is written by the most beloved disciple of Jesus, John. കർത്താവായ യേശു ക്രിസ്തുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ടതായ യോഹന്നാൻ എന്ന് പറയുന്ന ശിഷ്യനും അപ്പോസ്തലനുമായിരിക്കുന്ന കർത്തൃദാസനാണ് ഈ സുവിശേഷം എഴുതിയിരിക്കുന്നത്. Like several other disciples of Jesus, John was a fisherman by trade. ഒരുപാട് ശിഷ്യന്മാർ കർത്താവായ യേശു ക്രിസ്തുവിന് ഉണ്ടായിരുന്നു. അപ്പോൾ തന്നെ യോഹന്നാൻ തൻ്റെ ജോലിയോടുള്ള ബന്ധത്തിൽ ഒരു മീൻപിടുത്തക്കാരനായിരുന്നു. He was the one who witnessed Jesus, the whole entire 3.5 ministry of Jesus. കർത്താവായ യേശു ക്രിസ്തുവിന്റെ 3.5 വർഷക്കാലത്തോളമുള്ള പരസ്യ ശുശ്രൂഷയിൽ ഉടനീളം ഉണ്ടായിരുന്ന വ്യക്തിയാണ് യോഹന്നാൻ. And it is said that this disciple was the only disciple who remained at the time of crucifixion. കർത്താവായ യേശു ക്രിസ്തുവിന്റെ ക്രൂശീകരണത്തോടനുബന്ധിച്ച് ഉണ്ടായിരുന്ന ശിഷ്യന്മാരിൽ ഒരേ ഒരു ശിഷ്യൻ യോഹന്നാൻ മാത്രമാണ് എന്ന് ചരിത്ര പുസ്തകങ്ങളിൽ നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. Of course, in the Garden of Gethsemane, all the disciples have scattered, including John, but we see John and the mother of Mary at the bottom of the cross. കർത്താവായ യേശു ക്രിസ്തു ഗെത്സമേന തോട്ടത്തിൽ വളരെ വിഷണ്ണകുലനായി പ്രാർത്ഥിക്കുമ്പോൾ യേശുവിന്റെ ശിഷ്യന്മാർ എല്ലാവരും ചിതറിപ്പോയി എന്ന് നമ്മൾ വായിക്കുന്നു. എന്നാൽ യേശുവിന്റെ ക്രൂശിന്റെ ചുവട്ടിൽ നിൽക്കുന്ന ഒരേ ഒരു ശിഷ്യനെ നാം കാണുന്നത് യോഹന്നാനെ മാത്രമാണ്. So this beloved disciple writes to us the importance of remaining in Christ. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് വളരെ നന്നായിട്ട് സഭയെ അറിയിക്കാനായിട്ട് കഴിയും കർത്താവിൽ വസിക്കുക എന്നുള്ളത് എന്താണ് എന്നുള്ളത്. Not only in this chapter, ഈ അധ്യായത്തിൽ മാത്രമല്ല, he writes to us a trio of letters, 1st, 2nd and 3rd John. അദ്ദേഹത്തിന്റെ 3 ലേഖനങ്ങളിലും ഈ ഒരു വിഷയത്തെ അദ്ദേഹം പ്രതിപാദിക്കുന്നുണ്ട്. Where he over and over he writes to us about the importance of remaining in Christ. കർത്താവായ യേശുക്രിസ്തു വസിക്കുന്നതിന്റെ പ്രാധാന്യം വീണ്ടും വീണ്ടും ആവർത്തിച്ച് അദ്ദേഹത്തിന്റെ എഴുത്തുകളിൽ സഭയെ എഴുതി അറിയിക്കുന്നു. Even in the book of Revelation, വെളിപ്പാട് പുസ്തകത്തിൽ പോലും he emphasizes അദ്ദേഹം ഈ വിഷയത്തെ ഉയർത്തിക്കാട്ടുന്നു. To be faithful and to remain in Christ till the last moment of our life. നമ്മുടെ അവസാന ശ്വാസത്തോളം കർത്താവായ യേശുക്രിസ്തുവിൽ വിശ്വസ്തയോടും നിർമ്മലതയോടും നാം വസിക്കണം എന്നുള്ളത് വെളിപ്പാട് പുസ്തകത്തിൽ പോലും യോഹന്നാൻ എഴുതി കാണിക്കുകയാണ്. Today some churches teach us there is no tribulation, there is no troubles, but John emphasizes that we should remain in Christ even in midst of our challenges. ഇന്ന് നമ്മുടെ വർത്തമാനകാല സമൂഹത്തിലെ പല സഭകളിലും യാതൊരു തരത്തിലുള്ള ബുദ്ധിമുട്ടുകളും യാതൊരു തരത്തിലുള്ള വിഷമങ്ങളും പീഡകളും ഇല്ല എന്ന് പഠിപ്പിക്കുമ്പോൾ കർത്തൃദാസനായ യോഹന്നാൻ തന്റെ എഴുത്തുകളിലൂടെ ദൈവസഭയെ ഊന്നി അറിയിക്കുന്ന ഒരു കാര്യം നിങ്ങൾ കർത്താവായ യേശുക്രിസ്തുവിൽ വസിക്കണം എന്നുള്ളതാണ്. So thirdly, about the background of the scripture. ഈ വാക്യത്തിൽ നമ്മൾ വായിച്ച വാക്യത്തിന്റെ പശ്ചാത്തലം നമുക്ക് മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. To whom Jesus is talking to? ആരോടാണ് കർത്താവായ യേശുക്രിസ്തു സംസാരിക്കുന്നത്? Jesus is talking to the 11 disciples. തന്റെ 11 ശിഷ്യന്മാരോടാണ് യേശു കർത്താവ് സംസാരിക്കുന്നത്. Because in between of chapter 13, Judas has left them. ഈ 13ാമത്തെ അധ്യായത്തിലേക്ക് നാം വരുമ്പോൾ നാം കാണുന്നത് യൂദ എന്ന് പറയുന്ന തന്റെ ഒരു ശിഷ്യൻ യേശുവിനെ വിട്ട് മാറിപ്പോകും നമുക്ക് കാണാനായിട്ട് കഴിയും. So Jesus is talking to the 11 remained disciples. So no matter what happens in your life, you have to remain in me. അതുകൊണ്ട് കർത്താവായ യേശുവിൽ നിന്നും അകന്നു പോയ ഒരുവനായ യൂദായെ ഒഴിച്ച് മറ്റ് 11 ശിഷ്യന്മാർ തന്റെ കൂടെ ആയിരിക്കുമ്പോൾ കർത്താവായ യേശുക്രിസ്തു ശക്തമായ ഈ മുന്നറിയിപ്പ് കൊടുക്കുകയാണ്, നിങ്ങൾ എന്നിൽ വസിക്കണം. And also these words actually sound prophetic. ഈ വാക്യം ഒരു ഉപദേശപരമായി മാത്രമല്ല, ഇതിനകത്തൊരു പ്രവചന സ്വരവും ഉണ്ട്. Because Jesus is preparing his disciples for a soon departure. ഒരു പെട്ടെന്നുള്ള ഒരു പോകലിന് വേണ്ടി, ഒരു മാറിപ്പോകലിന് വേണ്ടി കർത്താവായ യേശുക്രിസ്തു തന്റെ ശിഷ്യന്മാരെ ഒരുക്കുന്ന ഒരു സാഹചര്യമാണ് നമ്മൾ ഇവിടെ കാണുന്നത്. Because that departure is going to take place within hours. കർത്താവിന്റെ ആ ഒരു എടുക്കപ്പെടൽ എന്ന് പറയുന്നത് മണിക്കൂറുകൾക്കുള്ളിൽ സംഭവിക്കാവുന്ന ഒരു കാര്യമാണ്. Judas is going to give a kiss of betrayal. കർത്താവായ യേശുക്രിസ്തുവിനെ ഒരു ചുംബനം കൊണ്ട് ഒറ്റിക്കൊടുക്കാൻ യൂദാസ് യേശുവിന്റെ അരികിൽ നിന്നും മാറിപ്പോയിരിക്കുന്നു. Even Peter is going to deny Jesus. കർത്താവിന്റെ അരുമ ശിഷ്യന്മാരിൽ ഒരുവനായ പത്രോസ് യേശുവിനെ 3 വട്ടം തള്ളിപ്പറയാൻ ഒരുങ്ങുന്ന സമയം മുന്നിൽ നിൽക്കുന്നു. All the disciples are going to forsake Jesus. കർത്താവായ യേശുക്രിസ്തുവിനെ തന്റെ എല്ലാ ശിഷ്യന്മാരും തള്ളിക്കളയുന്ന സമയം വരികയാണ്. And soon Jesus will be mocked, he will be beaten, he will be persecuted and eventually crucified. വളരെ വേഗത്തിൽ കർത്താവായ യേശുക്രിസ്തു തള്ളപ്പെടുകയും നിന്ദിക്കപ്പെടുകയും വേദനകൾ അനുഭവിച്ചുകൊണ്ട് ക്രൂശീകരിക്കപ്പെടുകയും ചെയ്യാൻ പോകുന്ന നിമിഷങ്ങൾ മുന്നിൽ നിൽക്കുകയാണ്. And not only
that he's preparing his disciples for the death and burial, but also for the return to heaven. മാത്രമല്ല കർത്താവായ യേശുക്രിസ്തു തന്റെ അടക്കത്തിനും തന്റെ മരണത്തിനും വേണ്ടി തന്റെ ശിഷ്യന്മാരെ ഒരുക്കുന്നതിനോടൊപ്പം തന്നെ തന്റെ പുനരാഗമനത്തെയും കൂടെ തന്റെ ശിഷ്യന്മാരുടെ ഉള്ളിലേക്ക് പകർന്നു കൊടുക്കുന്ന ഒരു സമയമാണ്. As he said, he will rise on the third day. മൂന്നാമത്തെ ദിവസം താൻ ഉയർത്തെഴുന്നേറ്റു വരും എന്ന് പറഞ്ഞിരിക്കവേ Things are not going to be the same as the past 3 years with his disciples. കഴിഞ്ഞ 3 വർഷക്കാലത്തോളം യേശുക്രിസ്തുവിനോട് കൂടെ ആയിരുന്നത് പോലെ ആയിരിക്കില്ല ഇനിയുള്ള ഏതാനും നിമിഷങ്ങൾ എന്ന് യേശു പറഞ്ഞു കൊടുക്കുകയാണ്. Jesus clearly knew what is going to happen to these disciples. ഈ ശിഷ്യന്മാർക്ക് ഇനി ഭാവിയിൽ എന്ത് സംഭവിക്കുമെന്നുള്ള കാര്യം കർത്താവായ യേശുക്രിസ്തുവിന് വളരെ വ്യക്തമായി അറിയാമായിരുന്നു. Because in verse number 18 Jesus says the world will hate you. 18ാമത്തെ വാക്യത്തിൽ കർത്താവായ യേശുക്രിസ്തു പറയുന്നു ലോകം നിങ്ങളെ പകയ്ക്കും അഥവാ വെറുക്കും. But remember, it hated me first. നിങ്ങൾ ഓർക്കണം, ആ ലോകം, നിങ്ങളെ വെറുക്കുന്ന ലോകം ആദ്യം എന്നെ വെറുത്തിരുന്നു, എന്നെ പകച്ചിരുന്നു എന്ന് നിങ്ങൾ ഓർക്കണം. Then Jesus said, you do not belong to this world. അതുകൊണ്ട് കർത്താവായ യേശുക്രിസ്തു ഇപ്രകാരം തന്റെ ശിഷ്യന്മാരോട് പറഞ്ഞു, നിങ്ങൾ ഈ ലോകത്തിൽ ഉൾപ്പെടുന്നവരല്ല. You belong to me, therefore remain in me. നിങ്ങൾ എന്നോട് ഞാനുമായി താതാത്മ്യപ്പെടുന്നവരാണ്, നിങ്ങൾ ഞാനുമായി ബന്ധപ്പെട്ടിരിക്കുന്നവരാണ്. And fourthly, നാലാമതായി Jesus is giving an idea of what to do next. അടുത്തതായി ഇനി എന്ത് ചെയ്യണം, യേശുവിന്റെ മാറ്റപ്പെടലിന് ശേഷം ഇനി നിങ്ങൾ എന്ത് ചെയ്യണം എന്നുള്ളതിനെ കുറിച്ചുള്ള ഒരു വലിയ ആശയം കർത്താവായ യേശുക്രിസ്തു ഈ ഭാഗത്ത് നൽകുകയാണ്. He actually draws a picture of a vineyard. കർത്താവായ യേശുക്രിസ്തു ഒരു മുന്തിരിത്തോട്ടത്തിന്റെ ഒരു ചിത്രീകരണം അവരുടെ മുൻപിൽ കൊണ്ടുവരികയാണ്. Which symbolizes the church. അത് നമ്മുടെ സഭയെ പ്രതിനിധാനം ചെയ്യുന്നു. So Jesus is giving an idea about church to the disciples. കർത്താവായ യേശുക്രിസ്തു അങ്ങനെ സഭ എന്ന മുന്തിരിത്തോട്ടത്തെ കുറിച്ച് നല്ലൊരു ചിത്രീകരണം തന്റെ അടുത്തിരിക്കുന്ന 11 ശിഷ്യന്മാർക്കും നൽകുകയാണ്. So when you talk theologically, നമ്മൾ ദൈവശാസ്ത്രപരമായി സംസാരിച്ചാൽ this is a scripture portion which comes under ecclesiology. കർത്താവായ യേശുക്രിസ്തുവിന്റെ അന്ത്യകാല സംഭവവുമായി ബന്ധപ്പെട്ടാണ്, സഭാശാസ്ത്രവുമായി ബന്ധപ്പെട്ടിട്ടാണ് ഈ ഭാഗം നിലനിൽക്കുന്നത്. Ecclesiology means it's a systematic study of one of the branch in theology. സഭാശാസ്ത്രം എന്ന് പറയുന്നത് കർത്താവായ യേശുക്രിസ്തുവിനാൽ നമുക്ക് ഭൂമിയിൽ സ്ഥാപിതമായിരിക്കുന്ന ദൈവസഭയെക്കുറിച്ചുള്ള ക്രമീകൃതമായ പഠനമാണ്. I'll make it more clear. ഞാൻ നിങ്ങൾക്ക് വേണ്ടി അത് കുറച്ചുകൂടെ വ്യക്തമാക്കി തരാം. In schools we have biology. നമുക്ക് സ്കൂളിൽ ബയോളജി എന്നുള്ള വിഷയം പഠിക്കുന്നുണ്ട്. It's divided into botany and zoology. അതിനെ തന്നെ ബോട്ടണി എന്നും സുവോളജി എന്നും 2 വിഷയങ്ങളാക്കിയിരിക്കുന്നു. Just like that, theology have different number of branches. അതുപോലെ തന്നെ ദൈവശാസ്ത്രപരമായ വിഷയത്തിൽ ഒരുപാട് ശാഖാപരമായി തിരിച്ചിരിക്കുന്നു പഠനത്തിന് വേണ്ടി. One kind of branch is ecclesiology. അതിനകത്ത് ഉൾപ്പെട്ട ഒരു ശാഖയാണ് സഭാശാസ്ത്രം എന്ന് പറയുന്നത്. So this scripture portion is അതുകൊണ്ട് ഈ നമ്മൾ എടുത്തു വച്ചിരിക്കുന്ന വായിച്ചിരിക്കുന്ന വേദഭാഗം എന്ന് പറയുന്നത് is the Johannine understanding of ecclesiology. ഈ യോഹന്നാൻ മനസ്സിലാക്കിയിരിക്കുന്ന സഭ എന്ത് എന്ന് യോഹന്നാൻ മനസ്സിലാക്കിയിരിക്കുന്നതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു വാക്യമാണെന്ന് പകരം നമ്മൾ വായിച്ചു കേട്ടത്. So there are a lot of similar kind of passages that is written by other apostles also. മറ്റുള്ള അപ്പോസ്തലന്മാരും ഇതുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന, ഇതുമായി അനുരൂപപ്പെട്ട് നിൽക്കുന്ന പല വാക്യങ്ങൾ വേദപുസ്തകത്തിൽ എഴുതിയിട്ടുണ്ട്. For example, in 1 Corinthians chapter 12 verse 12, ഉദാഹരണത്തിന് 1 കൊരിന്ത്യർ 12-ാം അധ്യായം 12-ാമത്തെ വാക്യത്തിൽ it talks about Paul's understanding about church. സഭയെ കുറിച്ചുള്ള തെറ്റായ ധാരണയെ കുറിച്ച് അപ്പോസ്തലനായ Paul's understanding of church. ചർച്ചിനെ കുറിച്ച് പോൾ മനസ്സിലാക്കി. പൗലോസിന്റെ വീക്ഷണം, സഭയെ കുറിച്ചുള്ള വീക്ഷണം എന്ത് എന്ന് 1 കൊരിന്ത്യർ 12 രേഖപ്പെടുത്തിയിരിക്കുന്നു. There we find അവിടെ നമ്മൾ കാണുന്നു the head of the church is Christ. കർത്താവായ യേശുക്രിസ്തു സഭയുടെ തലയായും And the parts of the body are we believers. നമ്മൾ വിശ്വാസികൾ ആ തലയാകുന്ന ക്രിസ്തുവിന്റെ ശരീരമാകുന്ന സഭയുടെ അവയവങ്ങളാണ് എന്നും അവിടെ നമുക്ക് കാണുവാനായിട്ട് കഴിയും. Similarly, there are a lot of symbolizations throughout the scripture that talk much about church. സഭയുമായി ബന്ധപ്പെട്ട് ഇതുപോലുള്ള ഒരുപാട് അനുരൂപപ്പെട്ട വാക്യങ്ങൾ നമുക്ക് വേദപുസ്തകത്തിൽ കാണുവാനായിട്ട് കഴിയും. So coming to the scripture portion, the context of the scripture. നമ്മൾ വായിച്ച വേദഭാഗത്തിന്റെ പശ്ചാത്തലത്തിലേക്ക് നമുക്ക് മടങ്ങി വരാം. Here Jesus is talking about a strong relationship. കർത്താവായ യേശുക്രിസ്തു വളരെ അഭേദ്യമായ ഒരു ബന്ധത്തെക്കുറിച്ച് തന്റെ ശിഷ്യന്മാരോട് പഠിപ്പിക്കുകയാണ്. A relationship between him and us. കർത്താവായ യേശുക്രിസ്തുവും നാമും തമ്മിലുള്ള അഭേദ്യമായ ബന്ധം. He refers himself to a true vine. കർത്താവായ യേശുക്രിസ്തു തന്നെ ഒരു മുന്തിരി വള്ളിയായി നമുക്ക് വെളിപ്പെടുത്തി തരികയാണ്. And he says we are the branches of the true vine. നമ്മൾ ഓരോരുത്തരും ആ മുന്തിരിവള്ളിയുടെ കൊമ്പുകൾ അഥവാ ശാഖകളാണ് എന്ന് യേശു അവിടെ പഠിപ്പിക്കുന്നു. Now when you hear a parable or illustration, നമ്മൾ ഒരു ഉപമയോ അല്ലെങ്കിൽ ഒരു ചിത്രീകരണമോ നമ്മൾ കേട്ടാൽ വായിച്ചാൽ we have to understand the main principle that is hidden inside the parable. അതിനകത്ത് അലിഞ്ഞിരിക്കുന്നതായ ഒരു പ്രധാന തത്വം ഉണ്ടാകും. അത് വായനക്കാരും കേൾവിക്കാരും മനസ്സിലാക്കിയെടുക്കണം. That's what brings meaning in our life.
അത് മനസ്സിലാക്കിയെങ്കിൽ മാത്രമേ അതിനകത്തുള്ളതും നമ്മുടെ ജീവിതവുമായി ബന്ധപ്പെട്ടതിന്റെ അർത്ഥം നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ കഴിയുകയുള്ളൂ. So what does Jesus mean about the true vine and the branches? കർത്താവായ യേശുക്രിസ്തു ഞാൻ മുന്തിരിവള്ളിയാണെന്നും നിങ്ങൾ എന്റെ കൊമ്പുകളാണെന്നും പറഞ്ഞതിന് കൊണ്ട് എന്താണ് അതിൽ നിന്നും യഥാർത്ഥമായി നാം മനസ്സിലാക്കേണ്ട അർത്ഥം? Number one, he talks about a ceaseless connection with Christ. കർത്താവായ യേശുക്രിസ്തുവുമായിട്ടുള്ള അഭേദ്യമായ ബന്ധത്തെക്കുറിച്ച് ഒന്നാമതായി യേശു പഠിപ്പിക്കുന്നു. Just like this vine and the branch. ഈ മുന്തിരിവള്ളിയും കൊമ്പുകളും വേർപിരിഞ്ഞ് നിൽക്കാതെ മുന്തിരിവള്ളിയും കൊമ്പുകളും കൊമ്പും മുന്തിരിവള്ളിയും ഒരുമിച്ച് ചേർന്ന് നിൽക്കുന്നത് പോലുള്ള ഒരു ബന്ധം. Imagine if a branch stops the connection with the vine. നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കൂ, ഈ കൊമ്പ് മുന്തിരിവള്ളിയുമായി ചേർന്ന് നിൽക്കുന്നത് ഒന്ന് നിർത്തലാക്കി എന്ന് ചിന്തിച്ചു നോക്കൂ. What will happen? എന്ത് സംഭവിക്കും? It will be withered, it will be thrown away and dried up. ഈ കൊമ്പ് സ്വാഭാവികമായിട്ടും ഉണങ്ങിപ്പോകും. അത് ആർക്കും ഉപകാരമില്ലാത്തത് കൊണ്ട് അത് പറിച്ചു ദൂരെ ഇടയപ്പെടും. Jesus actually expects us to have a great connection with Christ, just like our body parts has a connection with the brain. കർത്താവായ യേശുക്രിസ്തു ഇന്ന് പകലിൽ നമ്മളിൽ നിന്നും എന്നിൽ നിന്നും ആഗ്രഹിക്കുന്നത് നമ്മുടെ ശരീരവുമായി നമ്മുടെ ശരീരം നമ്മുടെ തലയുമായും അഭേദ്യമായ ഒരു ബന്ധത്തിൽ സൂക്ഷിച്ചിരിക്കുന്ന പോലെ ഇന്ന് പകലിൽ ദൈവത്തിന്റെ വചനം കേൾക്കുന്ന ഓരോരുത്തരും കർത്താവായ യേശുക്രിസ്തുവുമായി ഇണപിരിയാത്തൊരു ബന്ധത്തിലേക്ക് വരണമെന്നാണ് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഇന്ന് ഈ വചനത്തിലൂടെ ദൈവസഭയുമായി ബന്ധത്തിൽ തരുന്ന ആലോചനയും ദൂതുമെന്ന് പറയുന്നത്. So if any of our part of our body lost this connection with our brain, നമ്മുടെ ശരീരത്തിനകത്തുള്ള ഏതെങ്കിലും ഒരു അവയവം തലയുമായിട്ടുള്ള ബന്ധം വിച്ഛേദിക്കപ്പെട്ടാൽ it will get paralyzed. അത് ഉടനെ തന്നെ അതിന്റെ പ്രവർത്തനങ്ങളെല്ലാം നശിച്ചു പോവുകയും അത് നിശ്ചലമാവുകയും ചെയ്യും. It loses its function. അതിന്റെ പ്രവർത്തനങ്ങൾ നിശ്ചലമായി പോകും. Similarly, അതുപോലെ തന്നെ if we lose a connection with our Jesus, നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവുമായിട്ട് നമുക്കുള്ള ഒരു ബന്ധം നഷ്ടപ്പെട്ടാൽ our spiritual life will be paralyzed. നമ്മുടെ ആത്മീയ ജീവിതം പക്ഷപാതം എന്നതുപോലെ ആയിത്തീരും. We cannot run our race successfully. നമുക്ക് വിജയകരമായി കർത്താവിന് വേണ്ടി ഓടാൻ കഴിയാതെയായി തീരും. Just as we heard last week, we are in a race. നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം ദൈവത്തിന്റെ വചനത്തിൽ നിന്ന് കേട്ടതുപോലെ നാം എല്ലാവരും ഒരു ഓട്ടത്തിലാണ്, നാം ഓട്ടക്കളത്തിലാണ്. Even Jesus talks about the people who does not remain in him. കർത്താവായ യേശുക്രിസ്തു തന്നിൽ വസിക്കാത്തവരെ കുറിച്ചും പറയുമ്പോൾ In verse number 6, when you read, വാക്യം 6 നാം ഇങ്ങനെ വായിക്കുന്നു, if anyone does not remain in me, എന്നിൽ ആരെങ്കിലും വസിക്കാതെ ഇരുന്നാൽ he will be like a branch that is thrown away, അവൻ എറിയപ്പെട്ട ഒരു കൊമ്പ് പോലെ ആയി തീരും, withers, അവൻ ഉണങ്ങിപ്പോകും. and the branches will be picked up, ആ കൊമ്പുകളെ എറിയപ്പെട്ട കൊമ്പുകളെയും ഉണങ്ങിപ്പോയ കൊമ്പുകളെയും വാരിയെടുത്ത് thrown into fire and burned. തീയിലേക്കിട്ട് ചുട്ടുകളയും. Some terms are very important in Jesus' words. അതിനകത്തുള്ള പ്രധാനപ്പെട്ട ചില പദങ്ങൾ നമ്മൾ ഇന്ന് പകലിൽ ദൈവാത്മാവിൽ ആശ്രയിച്ച് മനസ്സിലാക്കി എടുക്കണം. ഇത് എന്നോടും നിങ്ങളോടും പറയുന്ന ദൈവാത്മാവിന്റെ വലിയ ദൂതാണ്. Here Jesus says, if you do not remain in me, you will be thrown away. നിങ്ങൾ എന്നിൽ വസിക്കാതെ ഇരുന്നാൽ, ഒരു മുന്തിരിവള്ളിയിൽ കൊമ്പായിരിക്കുന്ന പോലെ തലയോട് ചേർന്ന് നമ്മുടെ അവയവങ്ങളായിരിക്കുന്ന പോലെ നാം ക്രിസ്തുവിൽ വസിക്കാതെ ഇരുന്നാൽ ഒരു നാൾ ഈ കൊമ്പിനെ ഒടിച്ച് തീയിലിട്ട് ചുട്ടുകളഞ്ഞതുപോലെ ക്രിസ്തുവിൽ നിന്ന് നാം പറിച്ചെറിയപ്പെടും. നമ്മൾ ഒടുവിൽ കോപാഗ്നിയിലേക്ക് വീഴും. നമ്മൾ ഓരോരുത്തരും കത്തിപ്പോകാനിടയാകും. He says we will be withered. നമ്മൾ ഉണങ്ങിപ്പോകും എന്ന് യേശു എടുത്തു പറയുന്നു. What is withered? Witherness means. എന്താണ് ഈ ഉണങ്ങിപ്പോവുക എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്? Have you seen withered plants? നിങ്ങൾ ഈ ഉണങ്ങിപ്പോയിട്ടുള്ള ചെടികളെയും മരങ്ങളെയും കണ്ടിട്ടുണ്ടോ? If you have plants at your house, don't pour them water for 1 week. നിങ്ങളുടെ വീട്ടിൽ ചെടികളുണ്ടെങ്കിൽ സസ്യങ്ങളുണ്ടെങ്കിൽ നിങ്ങൾ ഒരാഴ്ച കാലഘട്ടം അതിന് വെള്ളം കൊടുക്കാതെ ഇരുന്ന് നോക്കൂ, അത് ഉണങ്ങിപ്പോകും നിങ്ങൾക്ക് കാണാനായിട്ട് You കഴിയും. could see them withered, shriveled and wrinkled. നമുക്ക് കാണാൻ കഴിയും അത് ഉണങ്ങിയും അതിന്റെ ചലനം നഷ്ടപ്പെട്ടും അത് ചുരുങ്ങിയും ഇരിക്കുന്നത് നമുക്ക് കാണാനായിട്ട് കഴിയും. So Jesus says, once when you lost the connection with me, you will be withered branch. അപ്പോൾ കർത്താവായ യേശുക്രിസ്തു ഇതിനെ സാമ്യപ്പെടുത്തി ഇന്ന് പകരം നമ്മോട് പറയുന്നത്, യേശുവിൽ വിശ്വസിക്കുന്നു എന്ന് പറയുന്നവർ ഒരു ബന്ധം വിച്ഛേദിക്കപ്പെട്ടിരുന്നാൽ നമ്മുടെ മുൻപിൽ ഒരു സസ്യം ഉണങ്ങി കരിഞ്ഞ് അത് ചുരുങ്ങി നിൽക്കുന്നത് പോലെ നമ്മുടെ ആത്മീയ ജീവിതവും നമ്മുടെ ജീവിതവും ഇതുപോലെ ഉണങ്ങി കരിഞ്ഞ് ചുരുങ്ങി പോകുമെന്നുള്ള ഒരു മുന്നറിയിപ്പാണ് ഈ വാക്യത്തിലൂടെ കർത്താവ് നമ്മുടെ മുമ്പിൽ ഇന്ന് വരച്ചു കാട്ടുന്നത്. Secondly means he talks about people who do not have connection with the water. കർത്താവായ യേശുക്രിസ്തു രണ്ടാമതായി പറയുന്നത് ജലവുമായി ബന്ധമില്ലാതിരിക്കുന്ന വ്യക്തികളെ അനുബന്ധിച്ചാണ്. A branch that does not take water from the roots. ഈ കൊമ്പുകൾ ഒരു കാരണവശാലും വെള്ളം അതിന് സ്വതവേ വേരുകളിൽ നിന്നും സ്വീകരിക്കാനുള്ള കഴിവില്ല. Water symbolizes the Holy Spirit. വെള്ളം എന്ന് പറയുന്നത് വേദപുസ്തക ശാസ്ത്രത്തിൽ കർത്താവിന്റെ വചനത്തിൽ പരിശുദ്ധാത്മാവുമായി ബന്ധപ്പെടുത്തി പറയുന്നു. So when Jesus means to
to have a connection with me, അപ്പൊ കർത്താവായ യേശു ക്രിസ്തു ഞാനുമായി നിങ്ങളൊരു ബന്ധം സ്ഥാപിക്കണമെന്ന് പറയുമ്പോൾ means that you have to remain in the Holy Spirit. അതിനർത്ഥം നിങ്ങൾ പരിശുദ്ധാത്മാവിലും വസിക്കണം എന്നുള്ളതാകുന്നു. Because Paul in his epistles he says, കർത്താവിന്റെ ദാസൻ പൗലോസ് തന്റെ എഴുത്തുകളിൽ ഇപ്രകാരം പറയുന്നു, if anyone who does not have the Spirit of Christ, he does not belong to him. കർത്താവായ യേശു ക്രിസ്തു നൽകുന്ന പരിശുദ്ധാത്മാവിൽ ഒരുവൻ വസിച്ചില്ല എങ്കിൽ അവൻ ദൈവത്തിലേ വസിക്കുന്നില്ല എന്ന് അപ്പോസ്തലൻ തന്റെ ലേഖനങ്ങളിൽ എഴുതി ദൈവസഭയെ അറിയിക്കുന്നു. It means a withered branch. അതിനർത്ഥം അത് ഉണങ്ങിപ്പോയ ഒരു കൊമ്പ് എന്നാണ്. That branch cannot continue in Jesus. ആ ഉണങ്ങിപ്പോയ കൊമ്പിന് കർത്താവായ യേശുവിൽ വീണ്ടും തുടരാൻ കഴിയുകയില്ല. Secondly, രണ്ടാമതായി Jesus gives this illustration and talks to us. He wants to talk to us about the facts of remaining in Christ. കർത്താവായ യേശു ക്രിസ്തുവിൽ വസിക്കുന്നതിന്റെ പരമപ്രധാനമായ ചില വസ്തുതകളെ വിളിച്ചു പറയുവാൻ കർത്താവായ യേശു ക്രിസ്തു ഈ മുന്തിരിവള്ളിയും കൊമ്പുകളും എന്ന് പറയുന്ന ഉപമയെ നമ്മുടെ മുമ്പിൽ വരച്ചു കാണിക്കുന്നു. When you study this word remain, നമ്മൾ ഈ വസിക്കുക എന്നുള്ള പദം സൂക്ഷ്മമായി പരിശോധിച്ച് പഠിക്കുമ്പോൾ it is very important to study some terms. നമ്മൾ ചില പദങ്ങളെ മാറ്റി നിർത്തി അതിന് ഗ്രഹണമായി പഠിക്കേണ്ട കാര്യമുണ്ട്. Etymology means study of terms. ഈ വാക്കുകളെ കുറിച്ചുള്ള പഠനശാഖയെ പറയുന്നതാണ് എറ്റിമോളജി എന്നത്. So here for the word remain, ഇവിടെ വസിക്കുക എന്ന് പറയുന്ന ആ പദത്തെ നമ്മൾ ഒന്ന് ഗഹനമായി പഠിച്ചാൽ etymology for that word is meno. ഇതിന്റെ ഗ്രീക്ക് പദം എന്ന് പറയുന്നത് വസിക്കുക എന്നുള്ളതിന്റെ മൂല ഭാഷയിൽ കൊടുത്തിരിക്കുന്നത് മെനോ എന്ന് പറയുന്ന ഒരു പദമാണ്. Meno is a theological word which we see in Johannine writings. ദൈവശാസ്ത്രപരമായി യോഹന്നാന്റെ എഴുത്തുകളെ നാം പരിശോധിച്ചാൽ ഈ മെനോ എന്ന് പറയുന്നത് കർത്താവുമായിട്ടുള്ള ബന്ധത്തിൽ പലവട്ടം പല ആവർത്തി യോഹന്നാന്റെ എഴുത്തുകളിൽ നമുക്ക് കാണുവാനായിട്ട് കഴിയും. So here in this passage, നമ്മൾ വായിച്ച വചനത്തിൽ നമ്മൾ വരുമ്പോൾ meno means മെനോ അഥവാ വസിക്കുക അല്ലെങ്കിൽ മൂലപദമായ മെനോ എന്നത് I remain or I continue. ഞാൻ വസിക്കുന്നു ഇല്ലെങ്കിൽ ഞാൻ തുടരുന്നു എന്നുള്ളതാണ്. It actually refers to a special residence. കർത്താവായ യേശു ക്രിസ്തു ഇത് പറയുന്നത് കൊണ്ട് അർത്ഥമാക്കുന്നത് ഒരു പ്രത്യേക വാസത്തെ കുറിച്ചാണ്. Just like our body is a residence of the Holy Spirit and who comes and stays with us, നമ്മുടെ ശരീരം ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന് വസിക്കാൻ സ്ഥിരമായി നിൽക്കുന്നത് പോലെ we have to remain in Christ. നമ്മൾ കർത്താവായ യേശു ക്രിസ്തുവിൽ വസിക്കണം. Just like a sweet remains in the honey, നമ്മൾ തേനിനെ പരിശോധിച്ചാൽ തേനിൽ അതിന്റെ മധുരം വസിക്കുന്നത് പോലെ just like the cold remains in the ice cubes, ഈ തണുത്തിരിക്കുന്ന ഐസ് കട്ടയിൽ നിലനിൽക്കുന്നത് പോലെ just like hot remains in the sun, സൂര്യനിൽ ചൂട് നിലനിൽക്കുന്നത് പോലെ just like hydrogen and oxygen ions combine in water, ഈ വെള്ളത്തിനകത്ത് ഹൈഡ്രജനും ഓക്സിജനും മറ്റുള്ള മൂലധാതുക്കളും അടങ്ങിയിരിക്കുന്നത് പോലെ literally I remains means ഞാൻ വസിക്കുക എന്നത് അക്ഷരാർത്ഥത്തിൽ അർത്ഥമാക്കുന്നത് just like a fetus is being sticked into the mother's womb, ഒരു അമ്മയുടെ ഗർഭപാത്രത്തിൽ ഉടലെടുത്തിരിക്കുന്ന ആ കുഞ്ഞ് അമ്മയുടെ ഗർഭപാത്രത്തിൽ ചേർന്നിരിക്കുന്നത് പോലെ and gets all the nourishment that she needs, ആ കുഞ്ഞിന് ആവശ്യമായിരിക്കുന്ന എല്ലാ വളർച്ചയ്ക്ക് കൂടിയ എല്ലാ മൂലകങ്ങളും ആ അമ്മയിൽ നിന്ന് ലഭ്യമാകുന്നത് പോലെ we have to remain in ഇന്ന് പകലിൽ നാം ഓരോരുത്തരും നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവുമായി ചേർന്ന് നിൽക്കണം. അവനിൽ നിന്നും ജലവും ലവണവും നമ്മൾ വലിച്ചെടുക്കണം. നമ്മുടെ ആത്മീയ ജീവിതം പരിവപ്പെടാൻ പക്വതപ്പെടാൻ ഇന്ന് പകലിൽ കേൾക്കുന്നവരോട് ദൈവത്തിന്റെ ആത്മാവ് വിളിച്ചു പറയുന്നത് we have to stick. നമ്മൾ കർത്താവായ യേശുവുമായി അഭേദ്യമായ ബന്ധം പുലർത്തണം. Let me say a fact over here. ഒരു വസ്തുത ഞാൻ നിങ്ങളോട് വിളിച്ചു പറയട്ടെ. Just like a mother's womb, church is the mother's womb. ഒരു അമ്മയുടെ ഗർഭപാത്രം എങ്ങനെയാണോ അതുപോലെയാണ് ദൈവത്തിന്റെ സഭ എന്നത്. And God has planted us here. നമ്മെ ദൈവം ഇതിനകത്ത് നട്ടിരിക്കുകയാണ്. And we are the people who are able to get all the nourishment from this church. നമുക്ക് ആവശ്യമായിരിക്കുന്ന എല്ലാ നല്ല മൂലകങ്ങളും എല്ലാ ധാതുക്കളും വലിച്ചെടുക്കേണ്ടത് സഭയാകുന്ന ഈ ഗർഭപാത്രമാകുന്ന സഭയാകുന്ന കർത്താവിന്റെ ശരീരത്തിൽ നിന്നാകണം. And that will only happen once when we remain inside the church. അങ്ങനെ യേശുവിൽ നിന്നും നമുക്ക് ആവശ്യമായിരിക്കുന്ന എല്ലാ മൂലകങ്ങളും വലിച്ചെടുക്കണമെങ്കിൽ നമ്മുടെ വളർച്ചയ്ക്ക് അത് അത്യാവശ്യമാണെങ്കിൽ ഒരമ്മയുടെ ഉദരത്തിനകത്ത് കുഞ്ഞ് ചേർന്നിരിക്കുന്ന പോലെ ദൈവസഭയ്ക്കകത്ത് ദൈവത്തിന്റെ മക്കൾ ചേർന്ന് നിൽക്കണം. Secondly, Christian life is a life that sticks with Christ.
ക്രിസ്തുവുമായി ഒട്ടിച്ചേർന്നുള്ള ഒരു അഭേദ്യമായ ബന്ധമാണ് ഈ ദൈവസഭയും ദൈവമക്കളുമായി എന്നുള്ളത്. Paul in his epistle says, we are clothed with Christ. ഈ പൗലോസ് തന്റെ ലേഖനത്തിൽ ഇപ്രകാരം പറയുന്നു, നാം ഓരോരുത്തരും ക്രിസ്തുവിനെ ധരിച്ചിരിക്കുകയാണ്. So therefore I remain means it is a continuous lifelong deal with Christ. അതുകൊണ്ട് എന്നിൽ വസിക്കുക അല്ലെങ്കിൽ ഞാൻ വസിക്കുന്നു എന്ന് പറയുന്നത് ഒരു താൽക്കാലികമായിട്ടുള്ള ഒരു ജോലിയല്ല, പിന്നെയോ ഒരു നിലനിൽക്കുന്ന തുടർന്നു കൊണ്ടിരിക്കുന്ന എന്നും നാം ചെയ്യേണ്ടതായിട്ടുള്ള ഒരു പ്രക്രിയയാണ്, ഒരു വലിയ വസ്തുതയും സത്യവുമാണ്. So according to this scripture, ഈ നമ്മൾ എടുത്ത വചനത്തിന് ആധാരമായി Jesus says, യേശു പറയുന്നു, we have to remain just like this vine and branch. നമ്മൾ ഒരു മുന്തിരി വള്ളിയിൽ കൊമ്പ് ചേർന്ന് നിൽക്കുന്നത് പോലെ കർത്താവിൽ വിശ്വസിക്കുന്നവർ യേശുവിൽ ഇന്ന് പകൽ ചേർന്ന് നിൽക്കണം. Who we are? നമ്മൾ ആരാകുന്നു? We are the branches. നാം ഓരോരുത്തരും കൊമ്പുകളാകുന്നു. Jesus is actually revealing another fact over here. കർത്താവായ യേശു ക്രിസ്തു മറ്റൊരു സത്യം കൂടെ ഈ സമയത്ത് വെളിപ്പെടുത്തുകയാണ്. Because one of the characteristic feature of a branch is, ഒരു കൊമ്പിന്റെ സവിശേഷകരമായ ഒരു വസ്തുത എന്നത്, branch does not have independency. ഈ കൊമ്പുകളെ സംബന്ധിച്ചിടത്തോളം വിട്ടു നിൽക്കുക എന്ന് പറയുന്നത് അസാധ്യമായ ഒരു കാര്യമാണ്. It cannot stand alone. അതിന് ഒറ്റയ്ക്ക് നിലനിൽക്കാൻ കഴിയുകയില്ല. Branches are always refers to dependency. ഈ കൊമ്പുകളാണോ അത് വള്ളിയുമായി ചേർന്ന് തന്നെ നിൽക്കണം. That's what we read in the scripture. അതാണ് നമ്മൾ ഈ വചനത്തിൽ വായിച്ചത്. Apart from me you cannot do nothing. എന്നിൽ വസിച്ചിട്ടല്ലാതെ നിങ്ങൾക്ക് നിലനിൽക്കുവാൻ കഴിയുകയില്ല. So once when you become a branch, നമ്മൾ കൊമ്പുകളായി തീരുമ്പോൾ you have to keep this main principle that you have to hold on with. ഈ പരമപ്രധാനമായ തത്വം നമ്മൾ മനസ്സിലാക്കുകയും അതിനെ മുറുകെ പിടിക്കുന്നവരുമായി തീരണം. Because depending up to the last moment in Jesus is a hardship. കർത്താവായ യേശു ക്രിസ്തുവിന്റെ അവസാന ഘട്ടത്തിൽ ഒന്ന് ആശ്രയിച്ച് നിൽക്കാം എന്ന് ചിന്തിക്കുന്നത് വളരെ കഠിനമായ ഒരു പരീക്ഷണ കാലഘട്ടമായിരിക്കും. For that we need perseverance. അവിടെ നമുക്ക് സ്ഥിരോത്സാഹം ഉണ്ടാകണം. For that we need endurance. അതിന് നമുക്ക് സഹിഷ്ണുത ഉണ്ടാകണം. For that we need consistency. നമുക്കതിന് നിലനിൽപ്പുണ്ടാകണം, ഒരു സ്ഥിരത ഉണ്ടാകണം. We need a dedication. നമുക്ക് സമർപ്പണം ഉണ്ടാകണം. We need a steadfast love. നമുക്ക് നിലനിൽക്കുന്ന ആരും പിടിച്ചു മാറ്റാൻ കഴിയാത്ത, ആരെ കൊണ്ടും നമ്മെ മറുത്തു പറയാൻ കഴിയാത്ത ഒരു അനുഭവം നമുക്കുണ്ടായിരിക്കണം. And love is more important in this journey of remaining in Christ. എല്ലാറ്റിനും ഉപരി ദൈവ സ്നേഹം നമ്മിൽ ഉണ്ടായിരിക്കണം ഈ യാത്ര സുഗമമായി തീരാൻ. Because without loving a person we cannot continue that relationship. കാരണം ഒരു കാരണവശാലും നമുക്കൊരു വ്യക്തിയെ സ്നേഹിക്കാതെ ആ വ്യക്തിയുമായി ചേർന്ന് നിൽക്കാൻ കഴിയില്ല. In verse number 9 Jesus says, remain in my love. വാക്യം 9 കർത്താവായ യേശു പറയുന്നു, എന്നിൽ വസിക്കുക, സ്നേഹത്തിൽ വസിക്കുക. If you remain in me, നിങ്ങൾ എന്നിൽ വസിച്ചാൽ, it means that you keep my commands. ഇതിനർത്ഥം നിങ്ങൾ എന്റെ കൽപ്പനയെ പ്രമാണിക്കുന്നു എന്നുള്ളതാകുന്നു. You know, how do you understand that you are in a relationship or you are in love with somebody else? നമുക്ക് എങ്ങനെ മനസ്സിലാക്കാൻ കഴിയും ഒരു വ്യക്തി മറ്റൊരു വ്യക്തിയെ സ്നേഹിക്കുകയാണ് അല്ലെങ്കിൽ അവനൊരു സ്നേഹത്തിന്റെ ബന്ധത്തിലാണ് എന്ന് നമുക്ക് ആ വ്യക്തിയെ എങ്ങനെ മനസ്സിലാക്കിയെടുക്കാം? Number one sign is you'll start listening to him or her. ഏറ്റവും പ്രധാനമായ ഒരു കാര്യം, നിങ്ങൾ ഒരുവരെ സ്നേഹിക്കുന്നെങ്കിൽ, നിങ്ങൾ ഒരുവളെ സ്നേഹിക്കുന്നുവെങ്കിൽ നിങ്ങൾ ആ വ്യക്തിയെ കേൾക്കാൻ തയ്യാറാകും എന്നുള്ളതാണ്. You will start obeying his or her words. നിങ്ങൾ ആ വാക്കുകളെ അനുസരിക്കാൻ തയ്യാറാകും എന്നുള്ളതാണ്. So Jesus is here saying, കർത്താവായ യേശു ക്രിസ്തു അതുകൊണ്ട് ഇവിടെ പറയുന്നു, if you keep my commands, നിങ്ങൾ എന്റെ കൽപ്പനകളെ പ്രമാണിച്ചാൽ then you will remain in me. നിങ്ങൾ എന്നിൽ വസിക്കുന്നു എന്നർത്ഥം. And second quality of this branch is, ഈ കൊമ്പിനെ സംബന്ധിച്ചിടത്തോളം രണ്ടാമത്തെ ഒരു സവിശേഷത എന്ന് പറയുന്നത്, this is the part where fruits, flowers and leaves comes. ഈ ഇലകളും ഈ പൂക്കളും നമ്മൾ കാണുന്നതും ഭക്ഷിക്കുന്നതുമായ പഴവർഗ്ഗങ്ങളും ഒക്കെ പിടിച്ചു നിൽക്കുന്നത്, ചേർന്ന് നിൽക്കുന്നത് ഈ കൊമ്പുകളിലാണ്. And Jesus clearly talks about bearing fruits. കർത്താവായ യേശു ക്രിസ്തു അപ്പോൾ തന്നെ നിങ്ങൾ ഫലം കായ്ക്കുന്നവരാകണം എന്ന് വ്യക്തമായി പഠിപ്പിക്കുന്നു. He talks about two types of branches. അദ്ദേഹം രണ്ട് തരത്തിലുള്ള കൊമ്പുകളെ പറ്റി ഇവിടെ പഠിപ്പിക്കുന്നുണ്ട്. One which is fruitful and one which is fruitless. ഒന്ന് നല്ല ഫലം കായ്ക്കുന്ന കൊമ്പ്, മറ്റത് ഫലം കായ്ക്കാത്ത കൊമ്പ്. So what does bearing fruit means? ഫലം കായ്ക്കുക എന്നതുകൊണ്ട് എന്താണ് അവിടെ അർത്ഥമാക്കുന്നത്? Bearing fruits means bringing people to the kingdom of God. ഫലം കായ്ക്കുക എന്നത് ദൈവരാജ്യത്തിലേക്കും ദൈവസഭയിലേക്കും കർത്താവിലേക്കും ആളുകളെ രക്ഷിച്ചു കൊണ്ടുവരിക എന്നുള്ളതാണ് ഫലം കായ്ക്കുക എന്നതുകൊണ്ട് യേശു അർത്ഥമാക്കിയത്. Bearing fruit means bringing people from the bondage of sin and darkness. പാപത്തിലും ശാപത്തിന്റെയും നിഴലിലും കെട്ടുകളിലും ആയിപ്പോയ ലോകത്തിന്റെ മനുഷ്യരെ ദൈവ മനുഷ്യരാക്കി അവരെ രക്ഷിച്ചു കൊണ്ടുവരുന്നതിനെയാണ് കർത്താവായ യേശു ഫലം കായ്ക്കുക എന്നതുകൊണ്ട് അർത്ഥമാക്കിയത്. Bringing people means
delivering people from the bondage of curse and darkness. ശാപത്തിന്റെയും ഇരുട്ടിന്റെയും അന്ധതമസിന്റെയും കെട്ടുകളിൽ നിന്നും അധികാരത്തിൽ നിന്നും ശക്തിയിൽ നിന്നും അവരെ വിടുവിച്ച് പുറത്തു കൊണ്ടുവരുന്നതിനെയാണ് ഫലം കായ്ക്കുക എന്നതുകൊണ്ട് യേശു അർത്ഥമാക്കിയത്. So therefore a Christian life should be fruitful. അതുകൊണ്ട് ഇതെല്ലാം മനസ്സിലാക്കിയിരിക്കവേ ഒരു ക്രിസ്തീയ ജീവിതം എന്ന് പറയുന്നത് യേശു ഉദ്ദേശിച്ച നിലവാരത്തിൽ ഫലം കായ്ക്കുന്നതായിരിക്കണം. Because our fruit actually contains the seed of gospel, seed of salvation. കാരണം നാം ഫലം കായ്ച്ചാൽ അതിനകത്ത് സുവിശേഷത്തിന് ആവശ്യമായിരിക്കുന്ന ഒരു വിത്തും കൂടെ ഉണ്ടാകും. It means that we should be the bearing witnesser of Christ. അതിനർത്ഥം നാം ക്രിസ്തുവിലേക്ക് തിരിഞ്ഞു വരുമ്പോൾ തന്നെ നാം ഓരോരുത്തരും ക്രിസ്തുവിനെ സാക്ഷ്യപ്പെടുത്തുന്നവരുമായി തീരണം. Then only we can share this seed of salvation. എങ്കിൽ മാത്രമേ രക്ഷയുടെ ഈ വിത്തിനെ നമുക്ക് മറ്റുള്ളവരിലേക്ക് പങ്കുവെക്കാൻ കഴിയുകയുള്ളൂ. The second thing about this fruit is ഈ ഫലവുമായി ബന്ധപ്പെട്ട് രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് fruit always bears the character of the tree to which it belongs to. ഒരു പഴത്തെ കണ്ടാൽ നമുക്കറിയാം ആ സസ്യം അല്ലെങ്കിൽ ആ വൃക്ഷം ഏത് തരത്തിലുള്ളതാണ് എന്നുള്ളത്. So therefore, അതുകൊണ്ട് being a Christian, a believer, we have to bear the character of Christ. അപ്പോൾ ആ പഴം ആ വൃക്ഷത്തിന്റെ മനോഭാവത്തെയും അതിന്റെ സ്വഭാവത്തെയും ഈ ഫലം പ്രദർശിപ്പിക്കുന്നു എങ്കിൽ നമുക്കൊരു ഫലം കണ്ടാൽ ആ വൃക്ഷം ഏത് തരത്തിലുള്ളതാണെന്ന് മനസ്സിലാക്കാൻ കഴിയുമെങ്കിൽ ഇന്ന് പകൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമുക്ക് തരുന്ന ആലോചനയും ദൂതും നാം ഓരോരുത്തരും ഫലം കായ്ക്കുമ്പോൾ അത് ക്രിസ്തുവിന്റെ മനോഭാവവും ക്രിസ്തുവിന്റെ സ്വഭാവ സവിശേഷതകളും വെളിപ്പെടുത്തുന്നതായി തീരും എന്നുള്ളതാണ്. Thirdly, മൂന്നാമതായി fruits always exist for the benefit of others. ഈ പഴവർഗ്ഗങ്ങൾ എന്ന് പറയുന്നത് എപ്പോഴും മറ്റുള്ളവരുടെ ഗുണങ്ങൾക്ക് വേണ്ടിയിട്ടുള്ളതാണ്. Have you seen fruit eating it by itself? നിങ്ങൾ എപ്പോഴെങ്കിലും കണ്ടിട്ടുണ്ടോ ഒരു പഴം സ്വതവേ ആ പഴത്തെ തന്നെ കഴിക്കുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? Fruits are always eaten by others. മറ്റുള്ളവരാണ് എപ്പോഴും പഴങ്ങളെ ഭക്ഷിച്ചിട്ടുള്ളത്. So therefore our life should be beneficial, a blessing for others. അതുകൊണ്ട് നമ്മുടെ ജീവിതം നമുക്ക് തന്നെ ഒരു അനുഗ്രഹമായി തീരാതെ മറ്റുള്ളവർക്കും അനുഗ്രഹവും ഗുണവത്വം ഉള്ളതായി തീരണം എന്ന് ആലോചന ദൈവാത്മാവ് പറയുകയാണ്. Amen. Finally, I want to talk to you. ഒടുവിലായി എനിക്ക് നിങ്ങളോട് പറയുവാനായിട്ടുള്ളത്, what are the things that hinders us from remaining in Christ? കർത്താവായ യേശു ക്രിസ്തുവിൽ വസിക്കുവാൻ നമ്മെ തടസ്സപ്പെടുത്തുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്? What are the things that depart us from remaining in love of Christ? കർത്താവായ യേശു ക്രിസ്തുവിന്റെ സ്നേഹത്തിൽ നിലനിൽക്കാതെ വണ്ണം നമ്മെ പിന്നിലേക്ക് വലിച്ചെടുക്കുന്ന സാധ്യതകൾ എന്തൊക്കെയാണ്? I want to ask a question over here. നിങ്ങളോട് ഞാൻ സ്നേഹത്തോടെ ഒരു ചോദ്യം ചോദിച്ചോളട്ടെ. Can a branch go out of a tree? ഒരു മരത്തിൽ നിന്നും ഒരു കൊമ്പിന് സ്വതവേ മുറിഞ്ഞു പോകാൻ സാധ്യമോ? Yes, it can. അതിന് കഴിയും. The first thing is if the roots are not strong. അതിന്റെ വേര് ശരിയായ ശക്തിയില്ലെങ്കിൽ നിലനിൽപ്പില്ലെങ്കിൽ നിശ്ചയമായിട്ടും അത് പറഞ്ഞു പോകും. If the roots are dry and not wet. അതിന്റെ വേരിന് കൃത്യമായ വെള്ളവും അതിന് കൃത്യമായി കിട്ടാതെ ഇരുന്നാൽ, if the roots are diseased, ആ വേരിന് എന്തെങ്കിലും രോഗം ബാധിച്ചിരുന്നാൽ it can affect the branches. അത് കൊമ്പിനും കൂടെ ബാധിക്കും. So what are these roots? അപ്പോൾ ഈ വേരെന്ന് പറഞ്ഞാൽ എന്താണ്? Roots are our character. ഈ വേരെന്ന് പറയുന്നത് നമ്മുടെ സ്വഭാവ ഗുണമാണ്, സ്വഭാവ സവിശേഷതയാണ്. Character that we got from our parents. നമ്മുടെ മാതാപിതാക്കളിൽ നിന്ന് നമുക്ക് കിട്ടിയ സ്വഭാവം. The characters that has been transmitted from Adam and Eve. ആദമിൽ നിന്നും ഹവ്വയിൽ നിന്നും നമ്മളിലേക്ക് പകരപ്പെട്ട ആ സ്വഭാവം. The roots are our nature. ഈ വേരെന്ന് പറയുന്നത് നമ്മുടെ സ്വഭാവമാണ്. The roots are our behaviors. ഈ വേരെന്ന് പറയുന്നത് നമ്മുടെ സ്വഭാവ സവിശേഷതകളാണ്. That should be changed. അത് മാറ്റമുണ്ടാകണം. How can it be changed? നമുക്ക് എങ്ങനെ മാറ്റാം? By the word of God. ദൈവത്തിന്റെ വചനത്താൽ നമുക്ക് നമ്മുടെ പ്രകൃതിയെ മാറ്റാനായിട്ട് കഴിയും. Amen. Because in verse number 3 Jesus says to his disciples, if you are being cleansed by the words that have spoken to you. കർത്താവായ യേശു ക്രിസ്തു വാക്യം 3 ഇപ്രകാരം പറയുന്നു, ഞാൻ സംസാരിച്ച വചനങ്ങളാൽ നിങ്ങൾ ഇന്ന് ശുദ്ധിയുള്ളവരായി തീർന്നിരിക്കുന്നു. So word of God can transform our character. അപ്പോൾ ദൈവത്തിന്റെ വചനം ഒരു മനുഷ്യനെ രൂപാന്തരപ്പെടുത്തുന്നു. It can transform our behaviors. നമ്മുടെ സ്വഭാവങ്ങളെ രൂപാന്തരപ്പെടുത്തുന്നു. It can transform our life. നമ്മുടെ ജീവിതത്തെ രൂപാന്തരപ്പെടുത്തുന്നു. It can clean us. നമ്മെ ശുദ്ധീകരിക്കാൻ കഴിയും. Because in Hebrews, കാരണം ഈ എബ്രായ ലേഖനത്തിൽ Paul says to us, പൗലോസ് നമ്മോട് പറയുകയാണ്, word of God is alive and active. ദൈവത്തിന്റെ വചനം ജീവനുള്ളതും ചൈതന്യമുള്ളതുമാണ്. It is sharper than any double-edged sword. ലോകത്തിൽ കിട്ടാവുന്ന ഏത് വാളിനേക്കാളും ഇരുവാക്തലയുള്ള വാളിനേക്കാളും മൂർച്ചയേറിയതാണ് കർത്താവിന്റെ വചനം. It can even penetrate into the
dividing souls and spirit. നമ്മുടെ ആത്മാവിനെയും സത്യമജ്ജകളെയും തുളച്ചു ചെന്ന് വേർപിടിവിക്കും വരെ ഷാർപ്പനാണ്, അത് മൂർച്ചയേറിയതാണ് ദൈവത്തിന്റെ വചനം. It can even judge our thoughts and attitude of our hearts. നമ്മുടെ ചിന്തകളെയും നമ്മുടെ മനോഭാവങ്ങളെയും അന്തരംഗത്ത് നിന്ന് ഉടലെടുക്കുന്നതിനെ വിവേചിക്കാനും അതിനെ വേർപെടുത്തുവാനും ശക്തിയുള്ളതും മൂർച്ചയുള്ളതുമാണ് ദൈവത്തിന്റെ വചനം. So therefore word of God can heal the disease of our roots. നമ്മുടെ നേച്ചർ, നമ്മുടെ പ്രകൃതിക്ക് അനിവാര്യമായിരിക്കുന്ന ആ വേരിന് രോഗം ബാധിച്ചിട്ടുണ്ടെങ്കിൽ ആ രോഗത്തെ ശമിപ്പിക്കാൻ, ആ രോഗത്തെ സൗഖ്യമാക്കുവാൻ യേശുവിന്റെ വചനങ്ങൾക്ക് കഴിയും. And secondly, രണ്ടാമതായി, a branch can be broken ഒരു കൊമ്പിന് മുറിഞ്ഞു പോകാൻ കഴിയും. during the storms and tempests. ഈ വലിയ കാറ്റും കൊടുങ്കാറ്റും ഒക്കെ അടിക്കുമ്പോൾ ഈ കൊമ്പുകൾക്ക് ഒടിവ് സംഭവിക്കും. Means unexpected attack from devil can break our branches. എന്ന് പറഞ്ഞാൽ അപ്രതീക്ഷിതമായിട്ടുള്ള ഈ പൈശാചിക ഭൂത ദുരാത്മാക്കളുടെ ചില ഇടപെടലുകൾ കൊടുങ്കാറ്റടിച്ച് ഒരു മരത്തിന്റെ കൊമ്പ് ഒടിഞ്ഞു പോകുന്ന പോലെ നമ്മുടെ ജീവിതത്തിനകത്ത് ചില പ്രതികൂല അവസരങ്ങൾ കൊണ്ടുവരാനായിട്ട് കഴിയും. അത് നമ്മുടെ ജീവിതത്തിലെ ആത്മീയതയെ ഒടിച്ചു കളയുവാൻ അവൻ മാക്സിമം ശ്രമിക്കും. Oftentimes Satan will attack us from unexpected source, someone that whom we do not even predict. നമുക്ക് മുൻധാരണകളോട് നമുക്ക് വിചാരിക്കാൻ പോലും കഴിയാത്ത, ഇങ്ങനെ ചെയ്യും എന്നൊക്കെ പ്രതീക്ഷിക്കാൻ കഴിയാത്ത വ്യക്തികളിൽ കൂടെയും പിശാച് നമ്മോട് ഇടപെട്ട് നമ്മുടെ ആത്മീയത എന്ന കൊമ്പിനെ ഒടിച്ചു കളയുവാൻ പല പദ്ധതികളും അവൻ ഒരുക്കി കൊണ്ടുവരും. So therefore we should be so alert and we should know the various ways in which Satan works. അതുകൊണ്ട് നമ്മൾ വളരെ കാര്യമായും ഗഹനമായിട്ടും പൈശാച് ഏതൊക്കെ മാർഗത്തിലൂടെ നമ്മുടെ ആത്മീയ ജീവിതത്തെ ഒടിച്ചു കളയാൻ വരും എന്നുള്ളത് നാം ഉണർന്നിരുന്ന് വിവേചന ബുദ്ധിയോടുകൂടെ നമ്മൾ കാത്തിരിക്കണം, നമ്മൾ തിരിച്ചറിയണം. Number one point is, ഒന്നാമത്തെ കാര്യം അതുമായി ബന്ധപ്പെട്ട്, he attacks a believer when it is time to enter into a spiritual venture. ഒരു ആത്മീയമായിട്ടുള്ള ഒരു പ്രത്യേക ജോലിയിലേക്കോ ഒരു പ്രത്യേക ചുവടെടുത്ത് വയ്ക്കുവാൻ നാം ഇറങ്ങിത്തിരിക്കുന്ന സമയത്ത് പിശാച് നമ്മെ ആക്രമിക്കും. Or he can attack at the time, right at the moment that when we receive a blessing. നമ്മൾ ദൈവത്തിൽ നിന്നും ഒരു അനുഗ്രഹം പ്രാപിക്കുന്ന സമയത്തായിരിക്കും ചിലപ്പോൾ പിശാച് ഈ അപകടകരമായ തന്ത്രങ്ങളുമായി നമ്മുടെ അടുക്കൽ വരുന്നത്. He also attacks us when we are weak. നമ്മൾ വിശ്വാസത്തിൽ ക്ഷീണിച്ചിരിക്കുമ്പോൾ, ബലഹീനനായിരിക്കുമ്പോൾ പൈശാച് നമ്മുടെ അടുക്കൽ തന്ത്രങ്ങളുമായി ഉപായങ്ങളുമായി വരും. He will use the weakness as a tool. നമ്മുടെ കയ്യിൽ ആയിരിക്കും, നമ്മുടെ ജീവിതത്തിലായിരിക്കും, നമ്മുടെ സ്വഭാവത്തിലായിരിക്കുന്ന ചില വൈകല്യങ്ങളെ മുതലെടുത്തുകൊണ്ട് നമ്മുടെ ആത്മീയ ജീവിതത്തെ തകർത്ത് കളയുവാൻ പിശാച് നമ്മുടെ അടുക്കലേക്ക് വരും. Jesus, after 40 days of fasting, നിങ്ങൾ നോക്കൂ, കർത്താവ് യേശു ക്രിസ്തു തന്റെ 40 ദിവസത്തെ ഉപവാസത്തിന് ശേഷം he was in hunger. കർത്താവ് യേശു ക്രിസ്തുവിന് വിശന്നു. Satan used that weak hunger. ആ ശരീരത്തിന്റെ പിന്നെ ആവശ്യമായിരിക്കുന്ന വിശപ്പ് എന്ന് പറയുന്നതിനെ പിശാച് ഉപയോഗിച്ച് യേശുവിന്റെ അടുക്കൽ വരുന്നത് നമുക്ക് കാണാനായിട്ട് കഴിയും. And thirdly, he attacks us when we are alone. മൂന്നാമത്തേത്, നാം ഒറ്റയ്ക്കായിരിക്കുമ്പോൾ, നാം ഏകയായിരിക്കുമ്പോൾ പിശാച് തന്റെ തന്ത്രങ്ങളുമായി നമ്മുടെ അടുക്കലേക്ക് വരും. When pastors are not among us, ഈ കർത്താവിന്റെ ദാസന്മാർ നമ്മുടെ അടുക്കൽ ഇല്ലാതിരിക്കുമ്പോൾ, when family is not among us, നമ്മുടെ കുടുംബാംഗങ്ങൾ നമ്മുടെ അടുക്കൽ ഇല്ലാതിരിക്കുമ്പോൾ, when children is not among us, നമ്മുടെ കുട്ടികൾ നമ്മുടെ അടുക്കൽ ഇല്ലാതിരിക്കുമ്പോൾ, no, Satan uses this as a tool to attack us. ആ സമയങ്ങളെ ഏകനായിരിക്കുന്ന ആ സമയങ്ങളെ പിശാച് ഒരു ആയുധമായി നമുക്കെതിരെ ഉപയോഗിക്കും. And the third thing that breaks us from remaining in Christ is, കർത്താവായ യേശു ക്രിസ്തുവിൽ വസിക്കുന്നതിൽ നിന്ന് നമ്മെ മുറിച്ചു കളയുന്നതുമായി ബന്ധപ്പെട്ട് മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത്, some diseases that never affects the root but it can affect the fruits and branches. ചില രോഗങ്ങൾ എന്ന് പറയുന്നത് വേരിനെ ബാധിക്കുകയില്ല, പക്ഷേ ചില പഴങ്ങൾക്ക് രോഗം ബാധിക്കും, ചില കൊമ്പുകൾക്ക് ചില രോഗങ്ങൾ ബാധിക്കുന്നത് നമുക്ക് കാണാനായിട്ട് കഴിയും. Have you seen rotten fruits? നിങ്ങൾ എപ്പോഴെങ്കിലും ഈ ചീഞ്ഞളിഞ്ഞ പഴങ്ങൾ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? Have you seen the diseases that affects the branch, bacterial or fungal infections? ചില പ്രത്യേക ബാക്ടീരിയൽ മുഖാന്തരവും ചില ഫംഗസ് മുഖാന്തരവും ചില കൊമ്പുകളൊക്കെ ബാധിച്ചിരിക്കുന്നത് നിങ്ങൾ കണ്ടിട്ടില്ലേ? Have you seen some worms in fruits that eats up the fruit? ചില പഴവർഗ്ഗങ്ങൾക്കകത്ത് ഒളിഞ്ഞിരിക്കുന്ന കീടങ്ങൾ അതിനെ തന്നെ നശിപ്പിച്ചു കളയുന്നത് നിങ്ങൾ കണ്ടിട്ടില്ലേ? Roots might be good. ചിലപ്പോ വേര് ഉറച്ചതായിരിക്കാം, വേര് ശക്തിപ്പെട്ടതായിരിക്കാം, വേരിന് നല്ല ബലമുണ്ടായിരിക്കാം, പക്ഷേ പക്ഷെ നമ്മുടെ ഫലത്തെ തിന്നുകളയുന്ന ചില കൃമികീടങ്ങൾ അതിനകത്തുണ്ടായിരിക്കാം. അത് പാപമായിരിക്കാം. നമ്മൾ ചിന്തിക്കും അത് ചെറിയൊരു പാപമല്ലേ? നിങ്ങൾ മനസ്സിലാക്കണം, ഒരു ചെറിയ കൃമികീടമാണ് ഒരു വലിയ ഭക്ഷണ പദാർത്ഥത്തെ നശിപ്പിച്ചു കളയുന്നത്. ഒരു തെറ്റായ പഠിപ്പിക്കൽ കേൾക്കുന്നത് കൊണ്ടായിരിക്കാം.
that can break your relationship with Christ. ആ തെറ്റായ പഠിപ്പിക്കൽ കേൾക്കുന്നത് നിമിത്തം ദൈവവുമായിട്ടുള്ള നമ്മുടെ ബന്ധത്തെ വിച്ഛേദിച്ച് കളയുവാൻ അതൊരു കാരണമായി തീരും. It might be a wrong decision that you take in your life. നമ്മുടെ ജീവിതത്തിൽ നാം എടുത്തൊരു തെറ്റായ തീരുമാനമാകാം. We might not be moving according to the will of God. കർത്താവായ യേശുക്രിസ്തുവിന്റെ ഇഷ്ടത്തിനനുസരിച്ച് നാം നമ്മുടെ ചുവടുകളെ നേരെയാക്കാത്തത് കൊണ്ടാകാം. Because in a vineyard, കാരണം ഈ മുന്തിരിത്തോട്ടത്തിനുള്ളിൽ there are short plants and tall plants. ചെറിയ സസ്യങ്ങളുമുണ്ട്, വലിയ സസ്യങ്ങളുമുണ്ട്. Short plants cannot become a tall plant. ഒരിക്കലും ചെറിയ സസ്യങ്ങൾക്ക് വലിയ സസ്യങ്ങളോടൊപ്പം കിടപിടിച്ചു വളരുവാനായിട്ട് കഴിയുകയില്ല. But it can bear much fruit than the tall plant. എന്നാൽ ആ ഉയർന്നിരിക്കുന്ന സസ്യത്തെക്കാളും ഈ കുഞ്ഞൻ സസ്യത്തിന് മറ്റതിനേക്കാളും നല്ല ഫലം കായ്ക്കുവാൻ, ഏറെ ഫലം കായ്ക്കുവാനായിട്ട് സാധിക്കും. The point that I wanted to tell you is, അതുകൊണ്ട് എനിക്ക് നിങ്ങളോട് പറയുവാനായിട്ട് ഉള്ളത്, where God has planted you, remain there. ദൈവം എവിടെയാണോ നിങ്ങളെ നട്ടുപിടിപ്പിച്ചിരിക്കുന്നത് അവിടെ നിങ്ങൾ സ്ഥിരമായി വസിക്കണം. And try to grow according to His will. അത് മാത്രമല്ല, ആ യജമാനനാകുന്ന ക്രിസ്തുവിന്റെ ഇഷ്ടത്തിന് അനുസൃതമായി നമുക്ക് വളർച്ചയും ഉണ്ടാകണം. That can bring strengthness to your relationship with അങ്ങനെ നാം ചെയ്യുമ്പോൾ ക്രിസ്തുവുമായിട്ടുള്ള നമ്മുടെ ബന്ധത്തിന് കൂടുതൽ കൂടുതൽ ശക്തി ആർജിച്ചുകൊണ്ടേയിരിക്കും. And fourth thing is, നാലാമതായി, some change in climate can affect this relationship. നിങ്ങൾ നോക്കൂ, ചില സസ്യങ്ങളൊക്കെ കൃത്യമായി ഫലം കൊടുക്കാതെ ഇരിക്കുന്നതും അതിന്റെ ആരോഗ്യമൊക്കെ ക്ഷയിച്ചു പോകുന്നത് ചില കാലാവസ്ഥ മോശമാകുന്നത് കൊണ്ടാണ്. When summer is severe, ഒരു ഭയങ്കരമായിട്ടുള്ള വേനൽ കാലഘട്ടമാണെങ്കിൽ it gets dried up. ആ സസ്യം ഉണങ്ങിപ്പോകും, കാര്യം നിശ്ചയം. Even in winter season, ഇനി മഞ്ഞുള്ള സമയമാണെങ്കിലോ it declines its growth. അതിന്റെ വളർച്ച മുരടിച്ചു പോകും. What does this mean? It എന്താ means ഇത് that അർത്ഥമാക്കുന്നത്? some failures in our life. ചില തോൽവികൾ നമ്മുടെ ജീവിതത്തിലുണ്ടാകും. Some failures can change the climate of our life. ചില തോൽവികൾ നമ്മുടെ ജീവിതത്തിന്റെ അന്തരീക്ഷത്തെ മാറ്റിമറിക്കും. Recently I came across a girl. ഞാൻ ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ ഒരു പെൺകുട്ടിയുമായി She കണ്ടുമുട്ടുകയുണ്ടായി. failed in multiple times in NEET. അവൾ നീറ്റിന്റെ പരീക്ഷയുള്ള ബന്ധത്തിൽ പലപ്പോഴായി അവൾ തോറ്റുപോവുകയുണ്ടായി. And when she was talking with me, അവൾ എന്നോട് സംസാരിക്കുകയായിരുന്നു. she has lost her faith actually. അവളുടെ വിശ്വാസം പോയി. She is not going to church even. അവൾ കർത്താവിന്റെ ആലയത്തിൽ കടന്നു പോകുന്നത് നിർത്തലാക്കി. So some failures can affect our climate. നോക്കൂ, ചില തോൽവികൾ നമ്മുടെ ആത്മീയ ജീവിതത്തിന്റെ അന്തരീക്ഷത്തിന് കോട്ടം തട്ടും, അത് കൊണ്ടുവരും. നമ്മൾ ഉണർന്നിരുന്ന് ഇന്ന് പകലിൽ ആ വിഷയത്തിന് മേൽ ജയമെടുക്കണം. Some breaks in our relationships can affect our connection with Christ. ചില നമ്മുടെ ജീവിതത്തിലുള്ള ചില ബന്ധങ്ങൾക്കകത്ത് മുറിവുകൾ ഉണ്ടാകുമ്പോൾ, അത് വിച്ഛേദിക്കപ്പെടുമ്പോൾ ദൈവവുമായിട്ടുള്ള നമ്മുടെ ബന്ധത്തിനും ചില മുറിവുകൾ സംഭവിക്കും. Some temptation and testing can be so severe. ചില പ്രലോഭനങ്ങൾ ഭയങ്കര ശക്തമായിരിക്കും നമ്മുടെ ജീവിതത്തിലെ ആത്മീയതയെ നഷ്ടമാക്കി കളയുവാൻ. But let me tell you, church, പക്ഷെ ഞാൻ നിങ്ങളോട് ഒരു കാര്യം പറയട്ടെ സഭയെ, when you go through a climate change in your life, നമ്മുടെ ജീവിതത്തിൽ അന്തരീക്ഷങ്ങൾ നമുക്ക് പ്രതികൂലമായിരിക്കുമ്പോൾ walk in the Spirit. പരിശുദ്ധാത്മാവിൽ നാം നടക്കണം. Holy Spirit is enough to quench the thirst of the summer. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമുക്ക് ആവശ്യമായിരിക്കുന്ന വരണ്ട തൊണ്ടയെ, ആവശ്യമായിരിക്കുന്ന ജലം തന്ന് നമ്മുടെ ദാഹത്തെ വേനൽക്കാലത്ത് ശമിപ്പിക്കുവാൻ പര്യാപ്തമായ ദൈവമാണ്. Holy Spirit can melt away the ice bars of your life. ശൈത്യകാലത്ത് നമ്മുടെ വളർച്ചയെ മുരടിപ്പിച്ച് കളയുന്ന എല്ലാ മഞ്ഞുകട്ടകളെയും ഉരുക്കി കളയുവാൻ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ശക്തനാണ്. How many of you can take a decision this morning? ഇന്ന് പകലിൽ നിങ്ങളിൽ എത്ര പേർ ഒരു വലിയ തീരുമാനമെടുക്കുന്നുണ്ട്? No matter what happens in my life, എന്ത് തന്നെ എന്റെ ജീവിതത്തിൽ സംഭവിച്ചിരുന്നാലും I am going to remain in Christ. ഞാൻ കർത്താവിൽ കൂടെ വസിക്കും. Whether it is a good time or a bad time, അത് നല്ല കാലമോ അത് മോശമായ ഒരു കാലമോ, whether I am happy or sad, ഞാൻ സന്തോഷമായിരുന്നാലും ഞാൻ സങ്കടത്തിലായാലും, whenever I fail or I success, ഞാൻ തോൽവി അനുഭവിച്ചാലും ഞാൻ വിജയം അനുഭവിച്ചാലും, I am going to remain in Christ. ഞാൻ എന്റെ കർത്താവിൽ വസിക്കുവാൻ തീരുമാനമെടുക്കുന്നു. Fifthly, അഞ്ചാമതായി Jesus says that കർത്താവായ യേശു ഇപ്രകാരം പറയുന്നു, there are some wild vines or നോക്കൂ, wild olives. ചില കാട്ടുമുന്തിരികൾ ഇതിനിടയിലുണ്ട്. This can break our relationship with Christ. ഇവകൾക്ക് നമ്മുടെ ദൈവവുമായിട്ടുള്ള ബന്ധത്തെ മുറിച്ചു കളയാനായിട്ട് കഴിയും. Now these might be hidden between the good branches. നമ്മൾ വളരെ കാര്യമായിട്ട് ശ്രദ്ധിക്കണം. ഈ നല്ല കൊമ്പുകളുടെ ഇടയിലായിരിക്കാം ഈ കാട്ടുവള്ളികളും കാട്ടുകൊമ്പുകളും വളർന്നു നിൽക്കുന്നത്. So thereby making it so difficult to find them. അതുകൊണ്ട് ഇതിനകത്ത് നല്ല മുന്തിരി ഏത്, കാട്ടുമുന്തിരി ഏത് എന്നത് പരസ്പരം വിവേചിച്ചറിയുവാൻ വളരെ പ്രയാസകരമായിരിക്കും. It might be harmless. അത് ചിലപ്പോ നമുക്ക് പെട്ടെന്ന് ഒരു പക്ഷേ അത് ഒരു തരത്തിലുള്ള ഉപദ്രവങ്ങളും ഉണ്ടാകുന്നില്ലല്ലോ എന്ന് ചിന്തിച്ചേക്കാം.
but it is so harmful. Even its fruits are poisonous. പക്ഷെ നമ്മൾ വളരെ കാര്യമായിട്ട് ശ്രദ്ധിക്കണം. നമ്മോടൊപ്പം ചേർന്ന് നിൽക്കുന്ന ചില കാട്ടുമുന്തിരികൾ അത് നമുക്ക് വളരെയധികം ഉപദ്രവമായി തീരും. അത് വിഷമയമായി തീരും നമ്മുടെ ജീവിതത്തിൽ. It can torture our faith. നമ്മുടെ വിശ്വാസത്തെ കൂടെ കൂടെ അത് ഉപദ്രവിക്കും. It can eat up of hope in Christ. നമ്മുടെ പ്രതീക്ഷയും പ്രത്യാശയും തിന്നുകളയുവാൻ അതിനിടയാകും. It can affect the strength of our branch. ആ മുന്തിരിവള്ളിയുടെ ശക്തിയെ അത് വല്ലാതെ ബാധിക്കും. It can make our branch brittle and weak. നിങ്ങൾ നോക്കൂ, ആ കൊമ്പുകളെ അതിന്റെ ശക്തിയെ ക്ഷയിപ്പിച്ച് കളഞ്ഞ് അതിനെ ബലഹീനമാക്കി തീർക്കും, resulting in breakdown with Christ. അപ്പോൾ എന്ത് സംഭവിക്കും? അതിന്റെ അനന്തരഫലം എന്ന് പറയുന്നത് ഈ ഉറച്ചു നിന്ന കൊമ്പ് വള്ളിയിൽ നിന്നും അടർന്നു പോകുന്നത് നമുക്ക് കാണുവാനായിട്ട് കഴിയും. Today I want to conclude my message. എന്റെ ഈ സന്ദേശത്തെ ഞാൻ ഇങ്ങനെ പറഞ്ഞ് അതിനെ പര്യവസാനം കുറിക്കുവാനായിട്ട് താല്പര്യപ്പെടുകയാണ്. These vine branches നിങ്ങൾ നോക്കൂ, ഈ മുന്തിരി വള്ളികൾ need water, അതിന് എന്നും വെള്ളം ആവശ്യമാണ്, minerals, അതിന് ധാതുക്കൾ ആവശ്യമാണ്, and protection. അതിന് സംരക്ഷണം ആവശ്യമാണ്. From where do you get this? ഇതൊക്കെ നമുക്ക് എവിടെ നിന്ന് കിട്ടും? From this vineyard. ഈ മുന്തിരിത്തോട്ടത്തിൽ നിന്ന് തന്നെ കിട്ടും. Means church. എന്ന് വെച്ചാൽ ഈ സഭയ്ക്കകത്ത് നിന്നും കൊമ്പുകളാകുന്നു നമുക്ക് ലഭിക്കും. Remain where God has planted you. ഞാൻ വീണ്ടും നിങ്ങളോട് ആവർത്തിച്ച് പറയുന്നു, ദൈവം നിങ്ങളെ എവിടെ ഉറപ്പിച്ച് നിർത്തിയിരിക്കുന്നുവോ അവിടെ നിങ്ങൾ സ്ഥിരമായി നിലനിൽക്കണം. You will get the water, that is the Holy Spirit. നിങ്ങൾ സ്ഥിരമായി നിൽക്കുമ്പോൾ നിങ്ങൾക്ക് വെള്ളം കിട്ടും. ആ വെള്ളം എന്ന് പറയുന്നത് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവാണ്. You will get the minerals, that is the sweetest word of God. നിങ്ങൾക്ക് ആവശ്യമായിരിക്കുന്ന ലവണങ്ങളും ധാതുക്കളും വളങ്ങളും നിങ്ങൾക്ക് ലഭിക്കും. അത് ദൈവത്തിന്റെ വചനമാണ്. You will get protection നിങ്ങൾക്ക് സംരക്ഷണം ലഭിക്കും through the word of God, അത് ദൈവത്തിന്റെ വചനത്തിലൂടെയും through the strong teachings. ശക്തമായ കർത്താവിന്റെ വചന പഠിപ്പിക്കലുകളിലൂടെയും You will get nourishment. നിങ്ങൾക്ക് നല്ല പരിപാലനങ്ങൾ കിട്ടും. Instructions are there for protection. ഉപദേശം എന്ന് പറയുന്നത് നമ്മുടെ സംരക്ഷണത്തിന് വേണ്ടിയിട്ടുള്ളതാണ്. And finally, ഒടുവിലായി this vineyard has an owner. ഈ മുന്തിരിത്തോട്ടത്തിന് ഒരു യജമാനനുണ്ട്. And one day this owner is going to come back. ഒരു ദിവസം ഈ മുന്തിരിത്തോട്ടത്തിന്റെ യജമാനൻ ഇവിടേക്ക് മടങ്ങി വരും. And on this resurrection Sunday, ഈ ഉയർപ്പിന്റെ ആ നല്ല സുദിനങ്ങളെ ഓർമ്മിക്കുകയും ദൈവത്തിന് മഹത്വം കൊടുക്കുകയും ചെയ്യുന്ന ഈ സുദിനത്തിൽ I wanted to emphasize you. എനിക്ക് നിങ്ങളോട് ഉയർത്തിക്കാട്ടി പറയുവാനുള്ളത്, Why Jesus asked us to remain in Christ. എന്തുകൊണ്ടാണ് യേശു ഇന്ന് പകലിലും നമ്മോട് പറഞ്ഞത് നിങ്ങൾ ക്രിസ്തുവിൽ വസിക്കുന്നവരായി തീരണം എന്നുള്ളത്? Because we are going to remain in Christ forever. കാരണം നാം യേശു ക്രിസ്തുവിൽ എന്നേക്കും നിലനിൽക്കുവാനായിട്ടുള്ളവരാണ്, എന്നേക്കും നിലനിൽക്കുന്നവരുമായി തീരേണ്ടതാണ്. Just as Jesus resurrected on a Easter Sunday. കർത്താവായ യേശു ക്രിസ്തു ഒരു ഞായറാഴ്ച പകലിൽ മരണത്തിന്റെ അധികാരിയായ പിശാചിനെ ലജ്ജിപ്പിച്ച് മരണത്തിന്റെ മുള്ളുകളെയും ഒടിച്ചു കളഞ്ഞ് ജീവനോടെ ഉയർത്തെഴുന്നേറ്റ് വന്നതുപോലെ Bible says കർത്താവിന്റെ വചനം ഇപ്രകാരം പറയുന്നു, the dead will rise. മരിച്ചവർ അക്ഷയരായി ഉയർത്തെഴുന്നേൽക്കും. The one who remains alive കർത്താവായ യേശു ക്രിസ്തുവിൽ ജീവനോടെ വസിച്ചവർ will be caught up in the air. കർത്താവായ യേശു ക്രിസ്തു ആകാശത്ത് വരുമ്പോൾ കർത്താവായ യേശുവിനെ എതിരേൽക്കുവാൻ ആകാശത്തിലേക്ക് ചെല്ലും. And we will remain in Christ forever. നാം അവിടെ അവരോടൊപ്പം യേശുവിൽ എന്നേക്കും സ്ഥിരമായി നാം വസിക്കും. So therefore this is the time. അതുകൊണ്ട് ഇത് നമ്മുടെ നല്ല കാലഘട്ടമാണ്. We have to check ourselves. നമ്മെ തന്നെ പരിശോധിക്കേണ്ട സമയമാണ്. We have to check the fruit that we have bared. നമ്മൾ കർത്താവിന് വേണ്ടി കാഴ്ചയിരിക്കുന്ന ഫലങ്ങളെയൊക്കെ ഒന്ന് പരിശോധിച്ചു നോക്കേണ്ട സമയമാണ്. Because there is a gardener who comes and checks the കാരണം ഇതിന്റെ തോട്ടക്കാരൻ ഈ ഫലത്തിന്റെ ഗുണനിലവാരങ്ങളെ പരിശോധിച്ചു നോക്കുവാൻ തനിക്ക് ഉപയോഗമുള്ളതാണോ, തനിക്ക് ഉപയോഗിക്കാൻ പര്യാപ്തമാണോ എന്ന് തിരിച്ചറിയേണ്ടതിന് മടങ്ങി വരുന്നൊരു സമയമുണ്ട്. There is a gardener who comes to measure the intensity of the root that you have in Christ. നിങ്ങൾ ക്രിസ്തുവിൽ എത്രത്തോളം വേരുറച്ചു നിന്നു എന്നുള്ളതിന്റെ ആ വേരിന്റെ ശക്തി പോലും അളന്നു നോക്കുവാൻ ഒരു തോട്ടക്കാരൻ മടങ്ങി വരുമെന്നുള്ള കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്. So this is the morning. അതുകൊണ്ട് ഈ പകലിൽ As we heard, we are the branches. നമ്മൾ യേശു ക്രിസ്തുവിൽ കൊമ്പുകളായി വസിക്കണം എന്നുള്ളത് കേട്ടിരിക്കവേ We are to lean on him. നമ്മൾ കർത്താവായ യേശു ക്രിസ്തുവിൽ ചാരണം. We have to lean on him every day, every minute, every second of our നമ്മുടെ life. എല്ലാ ദിവസവും എല്ലാ സമയവും എല്ലാ നിമിഷങ്ങളിലും യേശുവിൽ ചാരണം. Shall we all stand up in the presence of the Lord? എല്ലാവർക്കും കർത്താവിന്റെ സന്നിധിയിൽ പ്രാർത്ഥനയോടെ പ്രതീക്ഷയോടെ എഴുന്നേറ്റ് നിൽക്കാം. Just as said, there is a gardener. കർത്താവ് അതിന് ഇപ്രകാരം പറയുന്ന ഒരു തോട്ടക്കാരനുണ്ട്.
Today we have to check ourselves which branch we are. നമ്മൾ ഇന്ന് പകലിൽ നമ്മെ തന്നെ പരിശോധിക്കണം. നമ്മൾ ഏത് തരത്തിലുള്ള കൊമ്പുകളാണ്? Are we the branch that is going to be thrown away? നമ്മൾ പുറത്തേക്ക് എറിയുവാൻ വിധിക്കപ്പെട്ടിരിക്കുന്ന കൊമ്പുകളാണോ? Are we withered one? നമ്മൾ ഉണങ്ങിയിരിക്കുകയാണോ? Are we going to be picked up? നമ്മൾ അത് ഒരുമിച്ച് കൂട്ടി എടുക്കുവാൻ വിളിക്കപ്പെട്ടിരിക്കുകയാണോ? Are we going to be fired and burned this? ഒരുമിച്ച് കൂട്ടി തീയിലിട്ട് കത്തിക്കുവാൻ വിളിക്കപ്പെട്ടിരിക്കുന്നവരാണോ? This is the morning that we have to check ourselves. ഇന്ന് പകലിൽ നാം നമ്മെ തന്നെ പരിശോധിക്കണം, ഒരു ശോധന നടത്തണം. I wanted to emphasize you. കർത്താവായ യേശുക്രിസ്തുവിനെ, Remain in Christ കർത്താവായ യേശുക്രിസ്തുവിൽ വസിക്കണം. till the last moment of your life. നമ്മുടെ ജീവിതത്തിന്റെ ഒടുവിലത്തെ ശ്വാസം വരെയും യേശുവിൽ വസിക്കണം. That is how a Christian life should be. അങ്ങനെ ആയിരിക്കണം ഒരു ക്രിസ്തീയ ജീവിതം. May God bless us by these words. ഈ തിരുവചനങ്ങളാൽ ദൈവം നമ്മെ ഏവരെയും സമ്പുഷ്ടമായും സമൃദ്ധമായും അനുഗ്രഹിക്കട്ടെ. നമുക്ക് ഒരുമിച്ച്